എന്തായാലും കേരളക്കരയെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ആയിപ്പോയി അനുമോളുടെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും വോട്ട് നേടി അനുമോൾ 1ാം സ്ഥാനത്തെത്തുകയുണ്ടായി. കപ്പ് ഉയർത്തി. സീസൺ 7 വിന്നർ അനുമോൾ എന്ന് കേട്ടപ്പോൾ തന്നെ അനുമോളെ വിജയിപ്പിച്ച എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. അവസാന നിമിഷങ്ങളിൽ എല്ലാവരും നെഞ്ചത്ത് കൈവച്ചാണ് ഇരുന്നത്. ആര് ജയിക്കും, ആര് കപ്പ് ഉയർത്തും, മോഹൻലാൽ ആരുടെ കൈയാണ് ഉയർത്തുവാൻ പോകുന്നത്, അനീഷിൻ്റേതാണോ അനുമോളുടേതാണോ എന്നുള്ള ആ ഒരു വളരെയധികം എല്ലാവരും ശ്വാസമടക്കി പിടിച്ചാണ് രംഗം കണ്ടത്. അപ്പോഴാണ് രണ്ടുപേരുടെ ഇങ്ങനെ വോട്ടിംഗ് നില ഇങ്ങനെ കാണുകയുണ്ടായി. സ്ക്രീനിൽ ഗ്രാഫ് തെളിഞ്ഞു. അപ്പോൾ തന്നെ മോഹൻലാൽ നിർത്തു, ബിഗ് ബോസ് മതി, ഇനി എൻ്റെ അധികാര പരിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ അനുമോളുടെ കൈ പിടിച്ച് ഉയർത്തിയത്. അപ്പോൾ രണ്ടുപേരെയും കൈ പിടിച്ചുകൊണ്ട് പോയി അനുമോളുടെ കൈയാണ് ഉയർത്തിയത്. അനുമോൾക്കാണ് കപ്പ് കിട്ടിയത് എന്ന് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ടോപ്പ് 7 വിന്നർ, അതായത് 7ൻ്റെ പണിയായിരുന്നു ഈ വർഷത്തെ ടോപ്പ് 7 അല്ല ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത്. ആദ്യം തൊട്ടേ അത് മത്സരാർത്ഥികൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ആദ്യം മുതലെയുള്ള കണ്ടസ്റ്റൻ്റ് എല്ലാം ഔട്ടായതിനു ശേഷമാണ് ഏറ്റവും ഒടുവിൽ ടോപ്പ് 5 5 പേർ എത്തി. അതായത് ടോപ്പ് 5-ൽ അക്ബർ ഔട്ടായി. അത് കഴിഞ്ഞ് 4-മതായിട്ട് നെവിൻ, 3-മതായിട്ട് പോയതാണ് ഷാനവാസ് പറയുന്നുണ്ട്, എനിക്കും അനീഷിനുമായിരിക്കും കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എൻ്റെയും അനീഷിൻ്റെയും കൈ ലാലേട്ടൻ പിടിച്ചുകൊണ്ട് പോകും, ഞങ്ങളിൽ ഒരാൾക്ക് കപ്പ് കിട്ടണമായിരുന്നു എന്നാണ് ആഗ്രഹം. ഈ ബിഗ് ബോസിൽ വരുന്ന ഓരോ കണ്ടസ്റ്റൻറ്റും വിചാരിക്കുന്നത് എനിക്ക് കപ്പ് ഉയർത്തണം. ആരംഭം മുതലേ അറിയാം, ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമല്ലേ കപ്പ് കിട്ടൂ. അത് എത്ര നന്നായിട്ട് കളിച്ചാലും അതിൽ നിന്നും ഒരാളെ പിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടണം, ജനഹൃദയങ്ങൾ കീഴടക്കണം. ശരിക്കും പറഞ്ഞാൽ അനുമോൾ പൊരുതി. അതിനകത്ത് അനുമോൾ കരയാത്ത ദിവസങ്ങളില്ല. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു അനുമോൾ കാർഡ് എടുക്കുവാണ്, അതായത് കരച്ചിൽ കാർഡുകൾ എടുത്തു. അതുപോലെ തന്നെ പ്ലാച്ചിയെ കൊണ്ടുപോയി എന്തെല്ലാം ആരോപണങ്ങൾ അനുമോളുടെ നേരെ എടുത്തു. ഇന്ന് നമുക്കറിയാം ഓരോ കണ്ടസ്റ്റൻറ്റും അനുമോൾ ശരിക്കും പറഞ്ഞാൽ ഹൗസിൽ ഒറ്റപ്പെട്ടാണ് നിന്നതെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് കളിച്ച ഒരു വ്യക്തിയാണ് അനുമോൾ. അതുപോലെ അനീഷും ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചതെന്ന് പറയാം. കൂടുതൽ പേരോടൊന്നും ഗ്രൂപ്പ് ആയില്ല. എന്നാൽ അനുമോൾ അവസാനമൊക്കെ ആദില, നൂറ അവരൊരു ഗ്രൂപ്പായിട്ട് വളരെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ അവർ മുന്നോട്ട് പോയി. അവസാന നിമിഷം ആദിലയും നൂറയോടും ഒക്കെ ഒരു പിണങ്ങേണ്ട സന്ദർഭമൊക്കെ അനുമോൾക്കുണ്ടായി. എന്നാലും അതിനെയൊക്കെ വളരെയധികം നല്ല രീതിയിൽ സംയമനത്തോടു കൂടി തന്നെയാണ് അനുമോൾ അതിനെയൊക്കെ പൊരുതി നല്ല വിൽ പവറോടുകൂടി അനുമോൾ നിൽക്കുകയുണ്ടായി. അതുകൊണ്ട് അത് സത്യം പറഞ്ഞാൽ നമ്മളിതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും കരുത്ത് തെളിയിച്ച ഒരു വിജയം തന്നെയായിരുന്നു ഇത്. അപ്പോൾ അനീഷ് ഒരു കോമണർ, മൈജി തിരഞ്ഞെടുത്തതാണ്. കോമണറായിട്ടാണ് അനീഷ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് എതിരഭിപ്രായമുണ്ടായിരുന്നു. അനീഷ് കപ്പ് അടിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അനീഷിനെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് വിഷമത്തിലായി. അപ്പോൾ എനിക്കൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് താല്പര്യമായിരുന്നു. രണ്ടുപേരിൽ ആര് ജയിച്ചാലും ഞാൻ കൈയടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസ് ഇന്നലത്തെ ഇത് കണ്ടത്. എന്തായാലും വേണ്ടില്ല, അനുമോൾ ജയിച്ചാലും അനീഷ് ജയിച്ചിരുന്നെങ്കിലും വളരെ സന്തോഷം തന്നെയാകുമായിരുന്നു. എന്തായാലും ഇത്രയും വന്ന ഇവർക്ക് രണ്ടുപേർക്കും വിജയാശംസകൾ നേരുന്നു.